ഏറെ നിർണായകമായ, ഒരുപക്ഷെ രാഷ്ട്രീയമായും വ്യക്തിപരമായും ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയ തെരഞ്ഞെടുപ്പ് റാലികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കമിട്ടു. ഹരിയാനയിലെയും ജമ്മു കാശ്മീരിലെയും തെരഞ്ഞെടുപ്പ് റാലികൾക്കാണ് ഔദ്യോഗികമായി മോദി തുടക്കം കുറിച്ചത്. കർഷക സമരത്തിനും കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിനും ശേഷമുള്ള ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ എന്ന പ്രത്യേകതയുണ്ട് രണ്ടിനും. കർഷക സമരം ബി.ജെ.പിക്ക് ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിച്ച സംസ്ഥാനങ്ങളിൽ പഞ്ചാബ് കഴിഞ്ഞാൽ ഏറ്റവും മുഖ്യമായത് ഹരിയാനയാണ്. കർഷക സമരത്തിന് വേദിയായ പ്രദേശങ്ങളെല്ലാം ഹരിയാനയിലാണ്. കർഷക സമരത്തിന്റെ ശൗര്യം ഒതുങ്ങും മുമ്പേ ഗുസ്തി താരങ്ങളുടെ സമരം വന്നതും ഹരിയാനയിൽ ബി.ജെ.പിക്കും മോദിക്കും തിരിച്ചടിയായി. രണ്ട് സമരങ്ങളോടും മുഖം തിരിച്ചു നിന്ന മോദിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനക്കാർ കണക്കിന് കൊടുക്കുകയും ചെയ്തു. കഴിഞ്ഞ 2 തവണയും 10 സീറ്റ് കൈയടക്കി വെച്ചിരുന്ന ബി.ജെ.പിക്ക് ഇത്തവണ പകുതി സീറ്റാണ് നഷ്ടമായത്. സഖ്യത്തിലെയും പാർട്ടിയിലെയും പടലപ്പിണക്കങ്ങളും എ.എ.പി. കോൺഗ്രസ് സഖ്യത്തെയും ചാരിയാണ് സീറ്റ് നഷ്ടത്തെ ബി.ജെ.പി ന്യായീകരിച്ചത്. ഇത്തവണ എ.എ.പിയും കോൺഗ്രസും സഖ്യമില്ലാത്തതിനാൽ ബി.ജെ.പിക്ക് ആശ്വാസം കാണുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യങ്ങൾ കയ്യിലൊതുങ്ങില്ല. ഇക്കാര്യം ബി.ജെ.പി രഹസ്യമായി സമ്മതിക്കും. ജമ്മു കാശ്മീരിലെ തിരഞ്ഞെടുപ്പ് മോദിക്ക് പ്രസ്റ്റീജ് വിഷയമാണ്. കാരണം ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് കഴിഞ്ഞ മോദി സർക്കാരാണ്. ഇതിലൂടെ കശ്മീരികളെ ദുരിതങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് വികസനത്തിന്റെ പാതയിലേക്ക് കൈപിടിച്ചുയർത്തിയെന്നാണ് മോദിയുടെ അവകാശവാദം. അത് സത്യമാണോ എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ അറിയാം. ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയും പിന്നീട് സംസ്ഥാനത്ത് തന്നെ വെട്ടിക്കീറി സംസ്ഥാന പദവി എടുത്തുകളഞ്ഞുമെല്ലാം നടത്തിയ ഭരണപരിഷ്കാരങ്ങളെ ജനം എങ്ങനെ സ്വീകരിച്ചു എന്നതിന്റെ കണക്കെടുപ്പ് കൂടിയാവും 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ്. ജമ്മുവിൽ ബി.ജെ.പിയുടെ കാര്യങ്ങൾ സേഫാണ്. എന്നാൽ കശ്മീരിൽ കാര്യങ്ങൾ ഒട്ടും സുരക്ഷിതമല്ല. അനുച്ഛേദം 370 റദ്ദാക്കിയത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് താഴ്വരയിലെ ജനത്തെയാണ്. എക്കാലവും ബി.ജെ.പിയുടെ ശക്തികേന്ദ്രമായ ജമ്മു റീജിയനിൽ മാത്രമാണ് ബി.ജെ.പിക്ക് പ്രതീക്ഷയുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കശ്മീർ ഒഴിവാക്കി ജമ്മുവിൽ മാത്രം മത്സരിച്ച ബി.ജെ.പി എല്ലാ സീറ്റും ജയിക്കുകയും ചെയ്തു. ഇവിടത്തെ 43 നിയമസഭാ സീറ്റുകളും തൂത്തുവാരിയാൽ മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ കളികൾക്ക് ബി.ജെ.പിക്ക് ഇക്കുറി സാധ്യതയുള്ളൂ. അതിനാൽ തന്നെ ജമ്മു റീജിയനിലെ ദോഡയിൽ നിന്നാണ് മോഡി തെരഞ്ഞെടുപ്പ് റാലിക്ക് തുടക്കമിട്ടത്. ഇതിനു പിന്നിലെ ലക്ഷ്യം ഒന്നുമാത്രം, ജമ്മുവിലെ മേധാവിത്വം നിലനിർത്തുക. ഈ തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ ആശ്രയിച്ചിരിക്കും മോദിയുടെ രാഷ്ട്രീയ ഭാവി. പിന്നാലെ നടക്കാനിരിക്കുന്ന മഹാരാഷ്ട്ര, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിലും അതിന്റെ ഫലങ്ങൾ ചലനമുണ്ടാക്കുമെന്നുറപ്പ്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ബീഹാർ, ഡൽഹി തെരഞ്ഞെടുപ്പുകളെയും ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സ്വാധീനിക്കുമെന്നുറപ്പ്. ഫലങ്ങൾ പ്രതികൂലമായാൽ പാർട്ടിക്കകത്ത് ഇപ്പോഴേ തങ്ങൾക്കെതിരെ രഹസ്യമായി ഉയരുന്ന എതിർസ്വരങ്ങളും RSSന്റെ ഇടപെടലും ശക്തമാകുമെന്ന് മോദിക്കും അമിത്ഷായ്ക്കും അറിയാം. അതിനാൽ തന്നെ വളരെ ആശങ്കയോടെയും കരുതലോടെയുമാണ് ഇരുവരും നീങ്ങുന്നത്. റാം മാധവനെ ജമ്മു കാശ്മീരിന്റെ ചുമതല നൽകിക്കൊണ്ട് തിരികെ പാർട്ടിയിലേക്ക് മനസ്സില്ലാ മനസ്സോടെ കൊണ്ടുവന്നതും ഇതിനാലാണ്. ഹരിയാനയുടെ ചുമതല വിശ്വസ്തനായ ധർമ്മേന്ദ്ര പ്രധാനെ ഏൽപ്പിച്ചതും അതിനാൽ തന്നെ. പതിറ്റാണ്ടുകൾ നീണ്ട രാഷ്ട്രീയ ജീവിതത്തിൽ ഇത്രയും വെല്ലുവിളി നിറഞ്ഞ ഒരു തിരഞ്ഞെടുപ്പ് കാലം മോദിക്ക് ഉണ്ടായി കാണില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വീഴ്ചയ്ക്ക് ശേഷം കൂടുതൽ കരുത്താർജിച്ച പ്രതിപക്ഷത്തെയാണ് മോദി നേരിടുന്നത്. മുമ്പെങ്ങുമില്ലാത്ത ഐക്യമാണ് പ്രതിപക്ഷത്തും കാണുന്നത്. ലോക്സഭയിലെ ക്ഷീണം താൽക്കാലികം മാത്രമായിരുന്നുവെന്ന് തെളിയിക്കേണ്ടത് മോദിയുടെ ആവശ്യമാണ്. ഹരിയാനയിലും ജമ്മു കാശ്മീരിലും തിരിച്ചടി ആവർത്തിച്ചാൽ പാർട്ടിക്കകത്തെ ആധിപത്യം മാത്രമല്ല, സഖ്യകക്ഷികളുടെ മേലുള്ള പിടിയും അയയും. ഇത് മറ്റാരെക്കാളും നന്നായി അറിയുന്നത് മോദിക്ക് തന്നെയാണ്.